എല്ലാവർക്കും നമസ്കാരം. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ്. എണ്ണമാങ്ങ പ്രിപ്പറേഷനാണ്, അതിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഇപ്പം പലയിടത്തും എണ്ണമാങ്ങ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണുന്നത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അധികവും ഈ മാങ്ങ കട്ട് ചെയ്ത് എണ്ണയിൽ വറുത്തിട്ട് ഉണ്ടാക്കുന്ന, അതുകൊണ്ടാണ് ഇനി എണ്ണമാങ്ങ എന്ന് പറഞ്ഞ പേര് വരുന്നത്, എങ്ങനെയാണ് കേൾക്കാറ്. പക്ഷെ ഞങ്ങളിത് അങ്ങനെ എണ്ണ വറുക്കാതെ വേറൊരു രീതിയിലാണ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് എണ്ണയിൽ വറുക്കുന്നേക്കാളും കുറച്ചുകൂടെ ഹെൽത്തിയാണ്, കുറച്ചുകൂടെ ബെറ്റർ വേ ഓഫ് പ്രിപ്പറേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ട്രഡീഷണൽ കേരള ബ്രാഹ്മൺ സ്റ്റൈൽ റെസിപ്പി ഓഫ് മേക്കിംഗ് എണ്ണമാങ്ങ അത് കാണിക്കാം. അപ്പം ആദ്യമേ നല്ല പുളിയുള്ള മാങ്ങ അത് ഒരു ഈ ഖനത്തിൽ മുറിച്ചെടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് ഉപ്പ് പുരട്ടി വെക്കുക. പിന്നെ നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേനും ഇതിൽ വെള്ളമെല്ലാം ഇറങ്ങി, മാങ്ങയിൽ വെള്ളമെല്ലാം ഇറങ്ങിയിരിക്കും. നമ്മൾ ഒരു വെയിലത്ത് അത് ഉണക്കാൻ നിരത്തി വെക്കും. ഇത് പിഴിഞ്ഞ ശേഷം ഇതിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ടായിരിക്കും നമ്മൾ വെയിലത്ത് വെക്കുന്നത്. ഞാനത് കാണിച്ചു തരാം. എന്നിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മളത് വെയിലത്ത് വെച്ച്, രാവിലെ തൊട്ട് വൈകിട്ടെന്നല്ല, നല്ല രീതിയിൽ അത് നന്നായി ഉണക്കും. വെയിലത്തിട്ട് നമ്പർ ഓഫ് ഡേയ്സ് അത് അതുപോലെ ഉണക്കി, എന്നിട്ട് വൈകിട്ടാകുമ്പോൾ നമ്മൾ വീണ്ടും, എന്നുവെച്ചാൽ വെയിലില്ലാത്ത സമയത്ത് വീണ്ടും നമ്മളതെടുത്ത് ഈ ഉപ്പുവെള്ളത്തിൽ ഇടും. അപ്പം വെയിലത്തും ഇടും, ഉപ്പ് വെള്ളയിലിടും, അങ്ങനെ മാറി മാറി ഇട്ട് ആഫ്റ്റർ സം ഡേയ്സ് ഇതിന്റെ ഈ ഒരു ഇതൊക്കെ മാറി, ഇതിന്റെ ഈ ഇപ്പൊ കാണുന്ന രീതിയിൽ മാറി അത് നല്ല രീതിയിൽ ഷ്രിങ്കായി അങ്ങനെ വരുമ്പോഴാണ് പിന്നെ നമ്മൾ അതിലൊരു സ്പെഷ്യൽ കൂട്ടൊക്കെ ഇട്ട് നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പം അതിന്റെ എല്ലാ ഘട്ടം ഞാൻ കാണിച്ചു തരാം. അപ്പം അതിന്റെ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഈ ഒരു സൈസിൽ മാങ്ങ കട്ട് ചെയ്ത് ഉപ്പിട്ട് വെക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇനി ഇതുപോലെ വെയിലത്ത് വെക്കുക. ഇതെന്ന് വെച്ചാൽ നമ്മുടെ മാങ്ങാണ്ടിയോട് ചേർന്ന പോർഷൻസ് ആണ്. അതും ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരും. അപ്പം നമ്മളിത് ഫസ്റ്റ് ഡേ ഓഫ് ഇതാണ്, ഡെയിലി വെക്കുന്ന ഫസ്റ്റ് ഡേ ആണ്. നല്ല രീതിയിൽ നല്ല തീക്ഷ്ണമായ സൺലൈറ്റ് കുറെ മണിക്കൂർ കൊള്ളണം. അങ്ങനെ ആണെങ്കിൽ ഒരു 4-5 ദിവസമൊക്കെ മതി. വെയിലിന്റെ ഇന്റൻസിറ്റി പോലെ ഇരിക്കും. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. അപ്പൊ ഇന്നത്തെ ഉണക്ക് കഴിഞ്ഞു. അത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിതുപോലെ ഈ ഉപ്പ് വെള്ളത്തിൽ വീണ്ടും ഇട്ട് വെക്കണം. ഇതാണ് ഫസ്റ്റ് ഡേ ഉണക്കിന്റെ ഒരു ഇത്. അതുപോലെ ഇതും ഇതുപോലെ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കണം. നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാല് ഈ വെള്ളം വറ്റണം. അതുവരെ നമ്മൾ വെയിലത്ത്, ഇന്ന് അധികം കാര്യമായ വെയിൽ കിട്ടിയില്ല, പക്ഷെ കിട്ടുന്ന അത്രയും വെച്ചു. ഈ വെള്ളം വറ്റണം, അതുവരെ നമ്മൾ വെയിലത്ത് ഇട്ട് വെക്കണം. അപ്പൊ നമ്മൾ പുളിയുള്ള മൂവാണ്ടൻ മാങ്ങയാണ് മെയിനായിട്ട് ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇത് ഫസ്റ്റ് ഡേ ആണ്. അപ്പം ഇത് കണ്ടോ, ഈ മാങ്ങാണ്ടിയോട് ചേർന്ന ഈ ദശകൾ ഏകദേശം ആയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഉണങ്ങിപ്പോയാൽ പിന്നെ അത് കൊള്ളൂല എണ്ണമാങ്ങ ഇടാനായിട്ട്. അപ്പൊ ഇതിപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ മാങ്ങയുടെ സാധനങ്ങളാണ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുക്കണം. ഇത് അത്രയ്ക്ക് ആയിട്ടില്ല, ഇതിന്റെ ഇത്ര ആയിട്ടില്ലല്ലോ. അപ്പം അതാണ് നമ്മുടെ എണ്ണമാങ്ങയുടെ ഒരു പ്രൊസീജിയർ. 6th ഡേ ഓഫ് ഇതാണ്. സണ്ണ് എല്ലാം ഉണക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി കൂട്ടിന്റെ സമയം. മുളക് പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി. മുളക് പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിന് എരിവ് അനുസരിച്ച് ഇടുക. ഉലുവപ്പൊടി കുറച്ചിടുക, കായപ്പൊടി നന്നായിട്ട് ഇടുക കേട്ടോ. കായ നല്ല ടേസ്റ്റ് ആവും, കായത്തിന്റെ പൊടി. ഇതെല്ലാം ഒന്ന് വറുത്ത ശേഷം നമ്മൾ നമ്മുടെ ഉണങ്ങിയ എണ്ണമാങ്ങ ഇടുകയാണ്. ഇതെല്ലാം നമുക്ക് ആവശ്യത്തിന് ഇട്ട ശേഷം, നമ്മുടെ ഉപ്പ് ഓൾറെഡി ഉണ്ടല്ലോ, നമ്മൾ ഉപ്പുവെള്ളത്തിലിട്ട കാരണം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നല്ലെണ്ണ ചൂടാക്കി അത് തണുത്ത ശേഷം നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. പലരും പല രീതിയിൽ ചെയ്യാറുണ്ട്, പക്ഷേ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു എണ്ണമാങ്ങ പ്രിപ്പറേഷൻ്റെ കൂട്ടാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യണം. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അയച്ചു കൊടുക്കാറുണ്ട്. ഉണ്ടാക്കുമ്പോഴൊക്കെ എല്ലാവരും